നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഡ്രൈ ഡേയിൽ മദ്യം വിളമ്പുന്നതിൽ ഹോട്ടലുകൾക്ക് ഇളവ് നൽകി സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം. 3 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളിൽ 1-ാം തീയതി മദ്യം വിളമ്പാം. ഹോട്ടലുകളിൽ ടൂറിസം കോൺഫറൻസുകൾ ഉണ്ടെങ്കിൽ പ്രത്യേക ഫീസ് ഈടാക്കി മദ്യം നൽകാം. 3 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളിൽ കള്ള് വിളമ്പാനും അനുമതി നൽകിയിരിക്കുന്നു. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീജിത്ത്, എന്താണ് ഈ മദ്യനയത്തിൽ വരുത്തിയിരിക്കുന്ന ഇളവിന്റെ ഉദ്ദേശം? എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ഇളവാണ് സർക്കാർ വരുത്തിയിരിക്കുന്നത്? GK 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള മദ്യനയത്തിനാണ് ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഈ മദ്യനയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം സംസ്ഥാനത്ത് മദ്യം വിളമ്പാത്ത ദിവസമായി ആചരിക്കുന്ന ഇംഗ്ലീഷ് മാസത്തിലെ 1-ാം തീയതി നിബന്ധനകളോടെ വ്യവസ്ഥകളോടെ മദ്യം വിളമ്പാൻ അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ്. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട ഈവൻറ്റുകളും വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ ടൂറിസവും അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ബുക്കിംഗ് ഉണ്ടെങ്കിൽ 3 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളിൽ ഡ്രൈ ഡേ ദിവസം പ്രത്യേക ഫീസ് അടച്ച് മദ്യം വിളമ്പാൻ അനുമതി നൽകും. അതായത് ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ടൂറിസം കോൺഫറൻസോ ഒരു ഈവൻറ്റോ അല്ലെങ്കിൽ ഒരു വെഡ്ഡിംഗ് പാർട്ടിയോ മറ്റോ ഉണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട എക്സൈസ് ഓഫീസിൽ അപേക്ഷ നൽകി 50,000 രൂപ ഫീസ് കെട്ടിവെച്ച് ആ 1-ാം തീയതി ദിവസം മദ്യം വിളമ്പാൻ പ്രത്യേക അനുമതി നൽകും. അതാണ് ഈ മദ്യനയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ. മറ്റൊന്ന്, 3 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളിൽ കള്ള് വിളമ്പാനുള്ള അനുമതിയാണ്. സാധാരണ കള്ള് ഷാപ്പുകളിൽ മാത്രമേ കള്ള് വിളമ്പാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ വ്യവസ്ഥയിൽ ഇപ്പോൾ ഈ പുതിയ മദ്യനയം വളരെ ഇളവ് നൽകുന്നു. അതായത് 3 സ്റ്റാർ വരെയുള്ള കള്ള് ഷാപ്പുകളിൽ 3 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളിൽ കള്ള് വിളമ്പാം. എന്നാൽ കള്ള് സ്വന്തമായി ചെത്തിയെടുക്കുകയല്ല വേണ്ടത്. ആ ഹോട്ടലിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഷാപ്പുകളിൽ നിന്ന് വാങ്ങി വേണം ആ കള്ള് അവിടെ എത്തുന്ന അതിഥികൾക്കായി വിതരണം ചെയ്യാൻ എന്നതാണ് പ്രധാനപ്പെട്ട വ്യവസ്ഥ. ഇതോടൊപ്പം തന്നെ ഈ വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന യാനങ്ങളിലും അവരുടെ യാനങ്ങളുടെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് മദ്യം വിളമ്പാൻ അനുമതി ഉണ്ടായിരിക്കും. ക്രൂയിസ് ബോട്ടുകൾ, ക്രൂയിസ് ഷിപ്പുകൾ തുടങ്ങിയവയ്ക്കാണ് ഇത്തരത്തിലുള്ള അനുമതി നൽകുന്നത്. അതും ഒരു IRS ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി നൽകുക. ഹൗസ് ബോട്ടുകളെ ഈ യാനങ്ങളുടെ വിഭാഗത്തിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടില്ല, മദ്യനയം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഈ ബാർ ലൈസൻസിൻ്റെ ഫീസ് ഇപ്പോൾ 35 ലക്ഷം രൂപയാണ്. അത് ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ഇനി ഉയർത്തിയാൽ ബാറുകൾ പൂട്ടിപ്പോകുന്ന സ്ഥിതി ഉണ്ടാകുമെന്നാണ് എക്സൈസ് വകുപ്പിൻ്റെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ കള്ള് ഷാപ്പുകളോടനുബന്ധിച്ചുള്ള നാടൻ ഭക്ഷണങ്ങൾ വിളമ്പുന്ന റെസ്റ്റോറൻറ്റുകൾ ഉണ്ടെങ്കിൽ, കള്ള് ഷാപ്പിൻ്റെ ഭാഗമായി ഇപ്പോൾ പലയിടത്തും നാടൻ ഭക്ഷണശാലകളുണ്ട്. അവിടെ ഈ ഭക്ഷണശാലകളിലും കള്ള് വിളമ്പാനുള്ള അനുമതി ഉണ്ടായിരിക്കും. ലേലത്തിൽ പോകാത്ത ഷാപ്പുകൾ തൊഴിലാളികളുടെ സഹകരണ സംഘങ്ങൾക്കും മറ്റും നടത്താനുള്ള അനുമതി തുടർന്ന് നൽകാനും മദ്യനയം പറയുന്നുണ്ട്. കുപ്പിയിലാക്കിയ കള്ളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യാനും അനുമതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മദ്യനയത്തിൽ സർക്കാർ വരുത്തിയിരിക്കുന്ന ഇളവിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന്. SFIO മാസപ്പടി കേസിൽ മകളെ പ്രതി ചേർത്തതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതി ചേർത്തതിനെ ഗൗരവമായി കാണുന്നില്ല എന്നും കേസ് കോടതിയിലല്ലേ നടക്കട്ടെ എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മകൾ ഉൾപ്പെട്ട കേസിനെ പാർട്ടി പ്രതിരോധിച്ചതിനെ ബിനീഷ് കോടിയേരിയുടെ കേസുമായി താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. മാസപ്പടി കേസിൽ തന്റെ പേര് വന്നതുകൊണ്ടാണ് കൃത്യമായി തിരിച്ചറിഞ്ഞ് പാർട്ടി പ്രതിരോധിച്ചതെന്നും മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായി വിശദീകരിച്ചു. മാസപ്പടി കേസിൽ മകൾ വീണയെ പ്രതിചേർത്ത ദിവസം തന്നെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്ന ചോദ്യങ്ങൾ അത്രയും അതേക്കുറിച്ച് തന്നെയായിരുന്നു. കേസ് ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന മട്ടിലായിരുന്നു മറുപടി. കേസല്ലേ, കോടതിയിലല്ലേ, നടക്കട്ടെ, അതിൻ്റെ ശേഷം കാണാം. നമുക്ക് അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല. ബിനീഷ് കോടിയേരിക്കെതിരായ കേസിൽ മൗനം പാലിച്ച CPM മാസപ്പടി കേസിൽ പ്രതിരോധം തീർക്കുന്നതിലെ വൈരുദ്ധ്യവും മുഖ്യമന്ത്രിക്ക് നേരെ ചോദ്യമായി. അതിൽ ബിനീഷിൻ്റെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല. ഇതിൽ എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതുതന്നെയാണ് പ്രശ്നം. ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നോക്ക് നിങ്ങൾ എത്രത്തോളം ആകുമെന്നുള്ളത്. എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്. അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല, അത് മനസ്സിലായിക്കോ. തുടർ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അല്പം രോഷം പൂണ്ടു. കരിമണൽ കമ്പനിക്ക് നൽകിയ സഹായവും ആദായനികുതി രേഖയിലെ PV എന്ന പേരും ചൂണ്ടിക്കാട്ടിയപ്പോൾ രോഷം ഇരട്ടിച്ചു. അത് അവർക്ക് അതിനകത്ത് പലരെയും പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞ പേരുകളിൽ ചില വ്യക്തതകളുണ്ട്. ആ വ്യക്തതയുള്ളവർ അവരവരുടെ പാർട്ടിയിലെ എതിരാളികളാണ് എന്നുള്ളത് കൊണ്ട് അവരെ ഒന്ന് വകവരുത്താം, ഈ അവസരം ഉപയോഗിച്ച് എന്ന് ഉദ്ദേശിക്കുന്ന പലരും ഉണ്ട്. അതിന് ഈ PV എടുക്കുന്നുണ്ടാവും കേട്ടോ. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. സേവനം വിട്ടു നൽകാതെയാണ് വീണ വിജയൻ്റെ കമ്പനി പണം പറ്റിയെന്ന ആക്ഷേപത്തെപ്പറ്റിയും മുഖ്യമന്ത്രി പ്രതികരിച്ചു. എൻ്റെ മകൾ നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലല്ലോ, അത് റെക്കോർഡ് അനുസരിച്ച് വന്നതല്ലേ. അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ്, അതിന് കൊടുക്കേണ്ട GST,
ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ. 24 തിരുവനന്തപുരം. മാസപ്പടി കേസിലെ SFIO തുടർ നടപടികൾക്ക് സ്റ്റേ ഇല്ല. കേസ് നേരത്തെ പരിഗണിച്ച ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് മാറ്റി. ഈ മാസം 21-ന് പുതിയ ബെഞ്ച് വാദം കേൾക്കും. അന്വേഷണ റിപ്പോർട്ടിൽ ശശിധരൻ കർത്ത 1-ാം പ്രതിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ 11-ാം പ്രതിയുമാണ്. മാസപ്പടി കേസിലെ SFIOയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന CMRLന്റെ ആവശ്യത്തിൽ തൽക്കാലം ഇടപെടാതെയാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ്. വാദം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഹർജി തീർപ്പാക്കും വരെ തുടർ നടപടി ഉണ്ടാകില്ലെന്ന് നേരത്തെ കേസ് പരിഗണിച്ച ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് വാക്കാൽ പറഞ്ഞിരുന്നുവെന്ന് CMRLന് വേണ്ടി ഹാജരായ കപിൽ സിബൽ പറഞ്ഞു. വാക്കാലുള്ള പരാമർശം ജുഡീഷ്യൽ റെക്കോർഡിൽ ഇല്ലെന്ന് കോടതി അറിയിച്ചു. അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ട് കോടതിയിൽ നൽകിയെങ്കിൽ ഈ ഹർജി എങ്ങനെ നിലനിൽക്കുമെന്ന് കോടതി ചോദിച്ചു. കേസിൽ SFIOയുടെ അന്വേഷണത്തിന് പിന്നാലെ ED വരുന്നുവെന്നും ഇത് ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്നും കപിൽ സിബൽ വാദമുയർത്തി. CMRLന്റെ ആവശ്യം കൂടി കണക്കിലെടുത്താണ് കേസ് മുൻപ് പരിഗണിച്ചിരുന്ന ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് മാറ്റിയത്. CMRLന്റെ 2 ഹർജികളിലെയും ആവശ്യം ഇനി പുതിയ ബെഞ്ചായിരിക്കും പരിശോധിക്കുക. SFIOയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന CMRLന്റെ 2-ാമത്തെ ഹർജി നിലനിൽക്കുമോ എന്നതും പുതിയ ബെഞ്ച് പരിശോധിക്കും. ഹർജികൾ ഈ മാസം 21-ന് പരിഗണിക്കും. കേസിൽ SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിലാകെ 13 പേരാണ് പ്രതികൾ. ശശിധരൻ കർത്തയാണ് 1-ാം പ്രതി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ 11-ാം പ്രതിയും. 114 രേഖകളും 72 സാക്ഷികളും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. കേസ് പ്രത്യേക കോടതി ഈ ആഴ്ച പരിഗണനയ്ക്കെടുക്കും. 24 ഡൽഹി. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് SFIO രേഖകൾ പരിശോധിച്ച ശേഷം ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകും. 2024 മാർച്ചിൽ മാസപ്പടി കേസിൽ ED ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. വീണയ്ക്ക് EDക്ക് മുന്നിലും ഹാജരാകേണ്ടി വരുമെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കഴിഞ്ഞ വർഷം മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ED നടപടികൾ പുനരാരംഭിക്കുന്നത്. SFIO കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലത്തിൽ അവരോട് രേഖകൾ ആവശ്യപ്പെട്ട് ED കത്ത് നൽകിയിരുന്നു. ഇത് പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യുന്നതിനായി വീണയടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ED തീരുമാനിച്ചിട്ടുണ്ട്. കേസ് തേച്ചുമായ്ച്ചു കളയാനാകില്ലെന്നും ജനത്തിന് വാസ്തവം ബോധ്യപ്പെടുന്നെന്നും KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിച്ചു. ഇത് തേച്ചുമായ്ച്ചു കളയാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ആ കേസ് പോകുന്നത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം മകളുടെ സമ്പത്തിലേക്ക് അദ്ദേഹത്തിന്റെ വിഹിതം കൊടുക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് യാഥാർത്ഥ്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ പോവുകയാണ്. EDയെ വിശ്വാസമില്ലെന്നും സ്വർണ്ണക്കടത്ത് കേസിലടക്കം ഒത്തുകളിച്ചത് കണ്ടതാണെന്നും രമേശ് ചെന്നിത്തല. എനിക്കൊരു വിശ്വാസമില്ല. കാരണം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുണ്ടായിട്ട് ED നടത്തിയ കള്ളക്കളി എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തെളിവുകൾ കൈമാറുമെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. SFIOയുടെ റിപ്പോർട്ട് കോടതി സ്വീകരിച്ച് അത് പുറത്തു വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ കോപ്പി ആവശ്യപ്പെടുമ്പോൾ അതിന് പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ ഏജൻസികൾ ഇതിനകത്ത് സഹകരിക്കേണ്ടതായിട്ടുണ്ട്, ഇതിൻ്റെ ഏറ്റവും അങ്ങേറ്റം വരെ നീതി കിട്ടുന്നിടം വരെ മുമ്പോട്ട് പോകും. മാസപ്പടി കേസിൽ CMRL KSIDC ഉദ്യോഗസ്ഥരെ നേരത്തെ ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. മാസപ്പടി കേസിൽ ED കൂടി എത്തുന്നതോടെ കോർപ്പറേറ്റ് ഫ്രോഡ് എന്നതിനപ്പുറം CMRL മാസപ്പടി ഡയറിയിലേക്ക് കൂടി അന്വേഷണം നീളാൻ സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. കോഴിക്കോട് ബാലുശ്ശേരിയിൽ 3 വയസ്സുകാരി മീൻ വളർത്തൽ കുളത്തിൽ മുങ്ങി മരിച്ചു. ബംഗാൾ സ്വദേശിനി റോജി ഥാപ്പയാണ് മരിച്ചത്. വാടകയ്ക്ക് താമസിക്കുന്ന വീടിനോട് ചേർന്ന മീൻ വളർത്തുന്ന കുളത്തിൽ കുട്ടി അബദ്ധത്തിൽ വീഴുകയായിരുന്നു. സമീർ C മുഹമ്മദ് വിവരങ്ങളുമായിട്ട്. സമീർ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? എപ്പോഴായിരുന്നു അപകടം? GK, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. വാടകയ്ക്ക് താമസിക്കുന്ന വീടിനോട് ചേർന്നാണ് മീൻ വളർത്തുന്ന കുളമുള്ളത്. ആ കുളത്തിൽ 3 വയസ്സുകാരി മുങ്ങി മരിക്കുകയായിരുന്നു. അബദ്ധത്തിൽ കുഞ്ഞ് അതിനകത്തേക്ക് കളിക്കുന്നതിനിടയിൽ വീണതാണ് എന്നാണ് പോലീസിൽ നിന്നും അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ കുടുംബം അവിടെ എത്തിയത്. അവിടെയുള്ള രാജൻ എന്ന വ്യക്തിയുടെ തോട്ടമാണ്. ആ തോട്ടവും ആ വീടുമൊക്കെ പരിചരിക്കുന്ന കാര്യമാണ്. ഇത്തരം ജോലികളാണ് ഇവരുടെ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ചെയ്തു വന്നിരുന്നത്. അങ്ങനെ അവിടെ തന്നെയായിരുന്നു താമസവും. അതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായിട്ടുള്ള റോജി എന്ന കുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായിട്ടുള്ള ദമ്പതികളുടെ മകൾ മുറ്റത്ത് ഈ കുഞ്ഞും അതുപോലെ തന്നെ ഈ കുഞ്ഞിന് തൊട്ട് താഴെ ഒരു കുഞ്ഞുമുണ്ട്. അവരെല്ലാം അവിടെ കളിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ കുഞ്ഞ് ഈ കുളത്തിൽ വീഴുകയും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.
സംഭവത്തിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. GK. സമീർ സി മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. ബീഹാറിൽ ഇടിമിന്നലേറ്റ് 13 പേർ മരിച്ചു. 4 ജില്ലകളിലായാണ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ഉണ്ടായ അതിശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, അതിശക്തമായ മഴയാണോ ഉണ്ടായത്? അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഇടിമിന്നലിലാണോ 13 പേർ മരിച്ചത്? എന്താണ് സംഭവം? ഗോപികൃഷ്ണൻ, ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിൽ ഇടിമിന്നലേറ്റുള്ള മരണം കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് ബീഹാർ. ഇന്ന് രാവിലെ അതിശക്തമായ മഴയാണ് ഈ 4 ജില്ലകളിലായി അനുഭവപ്പെട്ടത്. വലിയ രീതിയിലുള്ള നാശനഷ്ടവും ഈ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ 4 ജില്ലകളിലായാണ് 13 പേർ ഇടിമിന്നലേറ്റ് മരിച്ചത്. ബഹുസരായിൽ 5 മരണങ്ങളും ദർഭംഗയിൽ 4 മരണങ്ങളും മധുബാനിയിൽ 3 മരണങ്ങളും സമസ്തിപൂരിൽ 1 മരണവുമാണ് ഈ ഇടിമിന്നൽ മൂലം ഉണ്ടായിരിക്കുന്നത്. ഇത് സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കുകളാണ്. മാത്രമല്ല ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ ധനസഹായം ബീഹാർ സർക്കാർ ഇതിനോടകം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചില മുൻകരുതൽ നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോൾ ഭരണകൂടം പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ ഇടിമിന്നൽ പോലുള്ള സാഹചര്യങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളതും ഈ മരങ്ങളുടെ ചോട്ടിൽ നിൽക്കരുത് എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല ഈ 2023 മുതൽ ഈ കാലയളവ് അത്രയും ഈ ഇടിമിന്നൽ പോലുള്ള അപകടങ്ങളിൽ, മഴ മൂലമുള്ള അപകടങ്ങളിൽ 275 പേരാണ് ബീഹാറിൽ മരിച്ചതായുള്ള കണക്കുകൾ. ഇത് സഭയ്ക്ക് മുന്നിൽ ബീഹാർ സർക്കാർ തന്നെ സബ്മിറ്റ് ചെയ്ത അല്ലെങ്കിൽ വച്ച കണക്കുകളാണ്. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്, അല്ലെങ്കിൽ ഒരു ഇടിമിന്നലേറ്റുള്ള മരണമാണ് ഇപ്പോൾ ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. ഗോപികൃഷ്ണൻ. അച്യുതൻ ഡൽഹിയിൽ നിന്ന്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ ഉറപ്പ് പാലിച്ച് മുഖ്യമന്ത്രി. ലഹരി നിർമ്മാർജ്ജനത്തിന് വിപുലമായ കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിനായി ഈ മാസം സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനമായി. അത് കോവിഡ് ഘട്ടം പോലെ നമുക്ക് ഈ ക്യാമ്പയിൻ നല്ല നിലക്ക് എടുക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കലാണ് പ്രധാനം. പല നടപടികൾ സ്വീകരിക്കും. ഓരോ ആഴ്ചയും എന്താണ് സംഭവിക്കുന്നത് എന്നത് ജനങ്ങളെടുത്ത് തുറന്നു പറയണമെന്നാണ്. ആ കാര്യവും നിർവഹിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എത്ര കണ്ട് നമുക്ക് പുരോഗതി ഉണ്ടാക്കാൻ കഴിയും. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന യാത്രയുടെ തുടക്കത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. പിന്നാലെ നടപടി. ഇന്ന് ചർച്ച ചെയ്ത നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി മുൻപാകെ വെച്ച് അവരുടെ അഭിപ്രായം കൂടി ചേർത്ത് വിപുലമായ കർമ്മ പദ്ധതിക്ക് രൂപം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ 16-ന് വിവിധ മതമേലധ്യക്ഷന്മാരുടെ യോഗവും 17-ന് സർവകക്ഷി യോഗവും വിളിച്ചു ചേർക്കാനും തീരുമാനമായി. ഓപ്പറേഷൻ ഡി ഹണ്ടിന് സഹായകരമായ ഇന്റലിജൻസ് ഇൻപുട്ട് നൽകുന്നതിനായി ഡ്രഗ് ഇന്റലിജൻസ് എന്ന സംവിധാനം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചു. സ്ഥിരം മയക്കുമരുന്ന് വ്യാപാരം നടത്തി ക്രൈം കേസുകളിൽപ്പെട്ട ആൾക്കാരുടെ പ്രത്യേകം പട്ടിക തയ്യാറാക്കി 97 പേർക്കെതിരെ നടപടിയെടുത്തു. കൂടാതെ സംസ്ഥാന തലത്തിൽ കേരള ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് വേർതിരിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. സമ്മേളനങ്ങളിലെ മത്സര വിലക്കിൽ വിശദീകരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പാനൽ വെച്ചുള്ള മത്സരത്തിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഔദ്യോഗിക പാനലിനെതിരെ വ്യക്തികൾ മത്സരിക്കുന്നതിന് വിലക്കില്ലെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ബിനോയ് വിശ്വം വിശദീകരിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി ചട്ടം ലംഘിച്ചാൽ പ്രതിഷേധിക്കാനും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തീരുമാനമായി. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നേരത്തെ വലിയ വിവാദമായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ തീരുമാനം. അതായത് ഔദ്യോഗിക പാനലിനെതിരെ മത്സരിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള തീരുമാനമായിരുന്നു. അതിലിപ്പോൾ എന്ത് വിശദീകരണമാണ് CPI സംസ്ഥാന സെക്രട്ടറി നൽകിയിരിക്കുന്നത്? GK, കഴിഞ്ഞ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗീകരിച്ച സമ്മേളന മാർഗനിർദ്ദേശത്തിലാണ്
ഈ പാർട്ടി സമ്മേളനങ്ങളിലെ മത്സരത്തിന് വിലക്കേർപ്പെടുത്തിയത്. കഴിഞ്ഞ മാർച്ച് 22-ന് 24 ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. പിന്നീട് CPI-ക്കകത്ത് ഇത് വലിയ തോതിൽ ചർച്ചയായി. പാർട്ടിക്കകത്ത് ഈ തീരുമാനം ഒരു വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയത്. പാർട്ടി സമ്മേളനങ്ങളിൽ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് പ്രതിനിധികളുടെ ജനാധിപത്യപരമായ അവകാശമാണ്. അത് പാനൽ വഴിയോ സമവായം വഴിയോ അംഗീകരിക്കാം. എന്നാൽ ആർക്കെങ്കിലും മത്സരിക്കണമെങ്കിൽ അതും അവരുടെ ജനാധിപത്യ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. അതിന് വിപരീതമായിട്ടുള്ള തീരുമാനമെടുത്തുവെന്നാണ് ഉയർന്ന വിമർശനം. അതിനാണ് ബിനോയ് വിശ്വം വിശദീകരണം നൽകിയത്. പാർട്ടി സമ്മേളനങ്ങളിൽ ഔദ്യോഗിക പാനലിനെതിരെ വ്യക്തികൾക്ക് മത്സരിക്കുന്നതിന് ഒരു വിലക്കുമില്ല. എന്നാൽ ബദൽ പാനൽ രൂപീകരിച്ച് ചേരിതിരിഞ്ഞുള്ള ഒരു മത്സരം നടക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ഈ മാർഗനിർദ്ദേശത്തിലൂടെ പാർട്ടി ചെയ്തത്. അത് തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പാർട്ടിക്കകത്ത് വലിയ തോതിൽ ചേരിതിരിവും അടിപിടിയും മറ്റും ഉണ്ടാകാതിരിക്കാനുള്ളൊരു മുൻകരുതലാണ് എന്നാണ് ബിനോയ് വിശ്വം സംസ്ഥാന എക്സിക്യൂട്ടീവ് വിശദീകരിച്ചത്. എന്നാൽ വ്യക്തികൾക്ക് മത്സരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വിഭാഗീയതയുടെ അടിസ്ഥാനത്തിൽ ചേരിതിരിഞ്ഞ് പാനൽ തിരിഞ്ഞുള്ള മത്സരമാണെങ്കിൽ ആ സമ്മേളനം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അടുത്ത സമ്മേളനത്തിന് മുമ്പ് നടത്തി മേൽക്കമ്മിറ്റി ഇടപെട്ട് നടത്തുകയും ചെയ്യും എന്ന തീരുമാനമാണ്. അതിൽ മാറ്റമില്ല എന്നും ബിനോയ് വിശ്വം സൂചിപ്പിച്ചു. ഇതോടൊപ്പം തന്നെ ബ്രൂവറിക്ക് അനുമതി നൽകിയുമായി ബന്ധപ്പെട്ടും എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനം ഉയർന്നു. ഈ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് കുടിവെള്ളത്തിൻ്റെയും കർഷകർക്ക് ജലം നൽകുന്ന കാര്യത്തിലുമുള്ള ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടാൽ അതിനെതിരെ ശക്തമായി രംഗത്ത് വരാനും പ്രതിഷേധിക്കാനും സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടാൽ അതിനെതിരെ CPI ശക്തമായി തന്നെ രംഗത്ത് വരും എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. GK ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. CITU-കാരുടെ കൈവെട്ടുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാവ്. തങ്ങളെ എതിർക്കാൻ വന്നാൽ CITU പ്രവർത്തകരുടെ കൈവെട്ടി നടുറോഡിൽ വലിച്ചെറിയുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ. കുളപ്പുള്ളിയിൽ CITU പ്രവർത്തകരും വ്യാപാരിയും തമ്മിൽ നിലനിൽക്കുന്ന തൊഴിൽ തർക്കത്തിനിടെ വ്യാപാരികൾ നടത്തിയ ധർണയിലാണ് ഈ വിവാദ പരാമർശം. വാക്കുകൾ കേൾക്കാം. ശ്രീകുമാരൻ നമ്മളോടൊപ്പം ചേരും ഇതിനുശേഷം. ആ കൈ വെട്ടി നടുറോട്ടിൽ വലിച്ചെറിയുമെന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ യോഗം ചേരുന്നത്. അത് പറയുന്നത് അഹങ്കാരം കൊണ്ടല്ല, ധിക്കാരം കൊണ്ടല്ല. ഈ നാട്ടിലെ നിയമം, ആ നിയമം ഒരു ഓർഡർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വന്തം തൊഴിലാളികളെ വെച്ചുകൊണ്ട് തന്റെ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ സിമന്റ് ഇറക്കാം, അതിന് പ്രകാശന അവകാശമുണ്ട് എന്ന ഒരു ഓർഡർ കോടതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ കോടതി വിധി കുളപ്പുള്ളിയിൽ നടപ്പിലാക്കും എന്ന് പറയാനാണ് ഞങ്ങൾ ഇവിടെ യോഗം ചേരുന്നത്. ശ്രീകുമാരൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് ഈ പ്രകോപന പ്രസംഗത്തിൽ പറയുന്നത്? അതിലെ ഉള്ളടക്കം എന്താണ്? GK, നമുക്കറിയാമല്ലോ, കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സിൽ കുറെ ദിവസങ്ങളായി CITU-വിന്റെ കുടിൽ കെട്ടി സമരം തുടരുകയാണ്. അവിടുത്തെ കയറ്റിറക്ക് യന്ത്രവുമായി ബന്ധപ്പെട്ട് തൊഴിൽ നഷ്ടമാകുന്നു, തൊഴിലാളികളെ പരിഗണിക്കുന്നില്ല, യന്ത്രം തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞാണ് CITU-കാർ സമരം നടത്തുന്നത്. CITU-കാർ കഴിഞ്ഞ ദിവസം കുടുംബാംഗങ്ങളെ അടക്കം ഉൾപ്പെടുത്തി ഒരു ധർണ നടത്തിയിരുന്നു. അതിന്റെ പ്രതിഫലനം എന്നോണം ഇന്ന് മറുപടി നൽകാനാണ് ഇന്ന് രാവിലെ കുളപ്പുള്ളിയിൽ ഇത്തരത്തിൽ വ്യാപാരികൾ ഒരു പ്രതിഷേധ ധർണ നടത്തിയത്. ആ ധർണയിൽ വെച്ചാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ബാബു കോട്ടയിലിന്റെ ഈ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. CITU-കാർ പ്രകാശനെ തടയാൻ വന്നു കഴിഞ്ഞാൽ ആ കൈ വെട്ടി വലിച്ചെറിയുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, അത് നടപ്പാക്കുക തന്നെ ചെയ്യും, ഒരു കാരണവശാലും പുറകോട്ട് പോകില്ല. CITU-കാർ പൊട്ടക്കുളത്തിലെ തവളകളാണ് എന്ന് കൂടി വിളിച്ചു പറയുന്നുണ്ട് വ്യാപാരി നേതാവ്. എന്തായാലും ഈ വിഷയത്തിൽ CITU നേതാക്കളുടെ അടക്കം ഒരു പ്രതികരണം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 22-ന് പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് ഉടമയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജില്ലയിൽ വ്യാപാരി ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഭീഷണി പ്രസംഗം ബാബു കോട്ടയിലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കൈവെട്ടി റോഡിൽ വലിച്ചെറിയുമെന്നാണ് GK ആ ഒരു പ്രഖ്യാപനം. ശരി, ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ആരോഗ്യകാരണം മുൻനിർത്തിയുള്ള ജാമ്യാപേക്ഷകളിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. പ്രതികൾ രോഗികൾ അല്ലെങ്കിൽ കഴിയേണ്ടത് ലക്ഷറി ആശുപത്രിയിലെ ലക്ഷറി മുറികളിലല്ല. വിദഗ്ധ ചികിത്സ നൽകണോ എന്ന് തീരുമാനിക്കേണ്ടത് ജയിൽ ഡോക്ടറാണ്. പ്രതികളെങ്കിൽ ജയിൽ ഭക്ഷണത്തിന്റെ രുചി അറിയണം, വീട്ടിലെ ഭക്ഷണത്തിന്റെ അല്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. ശ്രീകാന്തുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കടുത്ത വിമർശനമാണല്ലോ ഇക്കാര്യത്തിൽ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്, എന്താണ് വിശദാംശങ്ങൾ? ഗോപി, KN ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ ഈ വിമർശനം വന്നത്. അതായത് ഈ ആരോഗ്യ കാരണം മുൻനിർത്തിയുള്ള ജാമ്യാപേക്ഷകൾ കൂടുന്നു എന്നുള്ളതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത്. പ്രതികൾ രോഗികളാണെങ്കിൽ കഴിയേണ്ടത് ലക്ഷറി ആശുപത്രിയിൽ ലക്ഷറി മുറികളിലല്ല, വിദഗ്ധ ചികിത്സ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് ജയിൽ ഡോക്ടറാണ്, പ്രതികളല്ല എന്നും കോടതി പറയുന്നു. പ്രതികളാണെങ്കിൽ ജയിൽ ഭക്ഷണത്തിന്റെ രുചിയറിയണം, വീട്ടിലെ ഭക്ഷണത്തിന്റെ അല്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. റിമാൻഡ് ചെയ്താൽ ജയിൽ ഡോക്ടറെ മറികടന്ന് ആശുപത്രിയിലേക്ക് പോകാനാകില്ലെന്നും കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. KN ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി തള്ളിയിരുന്നു. അതിലാണ് ഈ രൂക്ഷ വിമർശനം. ഉത്തരവിൽ BJP നേതാവ് PC ജോർജിന്റെ പേരെടുത്ത് പറഞ്ഞും വിമർശനമുണ്ട്.
നിർബന്ധിത സാഹചര്യത്തിൽ കോടതിക്ക് PC ജോർജിനെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു. PC ജോർജ് ജയിലിന്റെ പടിവാതിൽ കാണാതെ ജാമ്യം നേടി പുറത്തിറങ്ങിയെന്നും കോടതി വിമർശിക്കുകയും ചെയ്തു. രൂക്ഷ വിമർശനമാണ് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് നിയമ ഭേദഗതിയെ ന്യായീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രീണന രാഷ്ട്രീയത്തിനായി കോൺഗ്രസ് കൊണ്ടുവന്ന മാറ്റങ്ങൾ നിർവീര്യമാക്കാനാണ് വഖഫ് നിയമ ഭേദഗതിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വഖഫ് നിയമത്തിന് ശേഷം ക്രിസ്ത്യാനികളുടെ ഭൂമിയിലേക്കാണ് BJP ലക്ഷ്യമിടുന്നതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. വഖഫ് നിയമ ഭേദഗതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം കോൺഗ്രസിനെ ലക്ഷ്യം വച്ചായിരുന്നു. 2013 വഖഫ് നിയമത്തിൽ UPA സർക്കാർ വരുത്തിയ മാറ്റങ്ങൾ ഭൂമാഫിയയുടെ താൽപര്യങ്ങളെ ഭരണഘടനയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കുകയും ഇരകൾക്ക് നീതി ലഭിക്കാനുള്ള വഴികൾ അടയ്ക്കുകയും ചെയ്തുവെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ വിമർശനം. പുതിയ നിയമത്തിനെതിരെ പ്രതിപക്ഷം നിയമപോരാട്ടം നടത്തുന്നതിനിടയിൽ NDA പ്രതിരോധത്തിലാക്കി ഘടകകക്ഷിയായ NPP. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് NPP MLA നൂറുൽ ഹസൻ അറിയിച്ചു. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മണിപ്പൂരിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് NPPയുടെ നീക്കം. കേരളത്തിലും വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാണ്. പുതിയ നിയമം കേരളത്തെ ബാധിക്കില്ലെന്ന് മന്ത്രി V അബ്ദുറഹിമാൻ പറഞ്ഞു. രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിയമ ഭേദഗതി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഒറ്റനോട്ടത്തിൽ കേരളത്തിൽ ഒരു വഖഫിനെയും ഇത് ബാധിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ മറ്റൊരു മാറ്റവും ഈ നിയമം മൂലം ഉണ്ടാകുമ്പോൾ. ജമ്മു കശ്മീർ നിയമസഭാ സമ്മേളനത്തിൽ ഇന്നും പുതിയ വഖഫ് നിയമത്തെ ചൊല്ലി ബഹളമുണ്ടായി. സഭാ നടപടികൾ നിർത്തിവെച്ച ചർച്ച ചെയ്യണമെന്ന് ഭരണകക്ഷിയിലെ MLAമാരുടെ ആവശ്യം സ്പീക്കർ തള്ളിയതോടെയാണ് സഭയിൽ ബഹളമുണ്ടായത്. 24 ഡൽഹി. മന്ത്രി OR കേളുവിന്റെ പൈലറ്റ് വാഹനം അപകടത്തിൽപ്പെട്ട് 2 പോലീസുകാർക്ക് പരിക്ക്. പുനലൂർ പത്തനംതിട്ട റോഡിൽ പത്തനാപുരം കടക്കാമണ്ണിന് സമീപം വാഴത്തോപ്പിലായിരുന്നു അപകടം. കടക്കൽ പോലീസ് സ്റ്റേഷനിലെ വാഹനമാണ് നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞത്. അപകട സ്ഥലത്ത് നിന്ന് സുജിത് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വൈകിട്ട് 5 മണിയോടെയാണ് പുനലൂർ പത്തനംതിട്ട റോഡിൽ മന്ത്രി OR കേളുവിന് പൈലറ്റ് പോകുകയായിരുന്ന കടക്കൽ പോലീസ് സ്റ്റേഷനിലെ വാഹനം അപകടത്തിൽപ്പെട്ടത്. വാഴത്തോപ്പിന് സമീപമാണ് അപകടം ഉണ്ടായത്. വാഹനം തലകീഴായി മറിയുകയായിരുന്നു. ഈ സമയത്ത് വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് കടക്കൽ പോലീസ് സ്റ്റേഷനിലെ ASI ആയിട്ടുള്ള ഹരികുമാറും സിവിൽ പോലീസ് ഓഫീസറായ സജിനുമായിരുന്നു. ഇരുവർക്കും നിസ്സാര പരിക്കുകളാണ് ഉണ്ടായത്. ഇരുവരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി. മന്ത്രിക്കൊപ്പം തന്നെ ഈ സമയത്ത് പത്തനംതിട്ട കോന്നി MLA ആയിട്ടുള്ള KU ജനീഷ് കുമാറും ഉണ്ടായിരുന്നു. ഇരുവർക്കും മറ്റൊരു പത്തനാപുരത്തെ വാഹനത്തിൽ പൈലറ്റ് വാഹനത്തിൽ ഇരുവരും ഇവിടെ നിന്നും പോവുകയായിരുന്നു. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ അപകടത്തിന് നിരവധി ആളുകൾ സാക്ഷിയാവുകയും ചെയ്തിരുന്നു. ചേട്ടാ, എന്തായിരുന്നു സംഭവിച്ചത്? ഒരു 6:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ ഒരു വലിയ സൗണ്ട് കേട്ടു. പെട്ടെന്ന് ഞങ്ങൾ ഓടി വന്നപ്പോൾ ഒരു മന്ത്രിയുടെ പൈലറ്റ് വന്നതാണ്. അങ്ങനെ അവിടെ ഒരു മതിലിടിക്കുമായിരുന്നു. ആ മതിലിടിച്ചിട്ട് പിന്നെ ഞങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കരണം മറിഞ്ഞ് കിടക്കുന്നതാണ്. മന്ത്രി തിരുവനന്തപുരത്ത് നിന്നും വയനാട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു മന്ത്രിക്ക് വാഹനം അകമ്പടി വന്നത്. ഇപ്പോൾ ഇവിടെ നിന്നും വാഹനം റോഡിൽ നിന്നും നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ നിന്നും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ വാഹനം നീക്കം ചെയ്യും. വലിയ ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ നല്ല ശക്തമായ മഴ ഉണ്ടായിരുന്നു. ഈ മഴയാണ് അപകടത്തിന് കാരണമായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഴ സമയത്ത് പെട്ടെന്ന് വാഹനം ബ്രേക്ക് ചെയ്ത വഴിയാണ് ഇത് തലകീഴായി മറിഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വാഹനം അല്പസമയത്തിനകം തന്നെ റോഡിൽ നിന്നും നീക്കം ചെയ്യും. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന SKN40 കേരള യാത്ര പര്യടനം തുടരുകയാണ്. ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം MA ബേബി CPMന്റെ മുതിർന്ന നേതാക്കളെ എല്ലാം സന്ദർശിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ ഒരു കാരണവരാണെന്നും G സുധാകരൻ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്ന സാറാണെന്നും ഒക്കെ പറയുന്നുമുണ്ട്. ജനറൽ സെക്രട്ടറിയുടെ പുകഴ്ത്തൽ പട്ടികയിൽ ഇടം നേടിയത് ആരെല്ലാമാണ്? കാണാം M അഫ്സൽ തയ്യാറാക്കിയ വാൽകഷ്ണത്തിൽ. ബേബി സഖാവിന് പുതിയ ചുമതല കിട്ടിയ ഉടനെ തന്നെ വാഴ്ത്തുപാട്ടുകളുമായിട്ട് മൂപ്പര് ഇറങ്ങിയിട്ടുണ്ട്. പറ്റിയ സമയമാണ് കാച്ചാൻ. അപ്പോൾ ബേബി സഖാവ് കാച്ചാൻ തുടങ്ങുകയാണ്. വലിയ സ്ഥാനം കിട്ടിയെന്ന് വിചാരിച്ച് അതിന് മൂപ്പർക്ക് ഒരു മടിയുമില്ല. ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഒരാൾ എത്തിയപ്പോൾ അദ്ദേഹം മറ്റെല്ലാവരുടെയും മുകളിലായി എന്ന തരത്തിൽ കരുതേണ്ടതില്ല. അപ്പോൾ ആരാണ് ജനറൽ സെക്രട്ടറി ആയിട്ടും നിങ്ങളെ മുകളിലാണ് എന്ന് തോന്നുന്ന ആളാരാണ്? വിജയേട്ടനോ? ഏത് വിജയേട്ടന്? പിണറായി. അതെന്നും വിജയേട്ടൻ തന്നെ. അത് മുകളിലാണോ കീഴിലാണോ എന്ന് നോക്കിയിട്ടല്ല. വിജയേട്ടനെ എന്നും വിജയേട്ടനായി കാണുന്നതിന് പിന്നില്
ഒരു കാര്യമുണ്ട്. കൃത്യമായ ചില ലക്ഷ്യങ്ങളോട് കൂടിയിട്ടുള്ള ചില ചാതുരിയാണ്. അക്കാര്യത്തിൽ ഒരു മടി വേണ്ട അല്ലേ? എന്നാ തുടങ്ങിക്കോളി. ആദ്യം പുകഴ്ത്തൽ നടക്കട്ടെ. കേരളത്തിന്റെ ക്യാപ്റ്റൻ ആണ്, ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നു പൊതുവിൽ സ്വീകരിക്കപ്പെട്ടു. ആ ഉയർന്നു വരവിൽ ജനറൽ സെക്രട്ടറി ആയാലും ശരി, ആദ്യം ക്യാപ്റ്റനെ പുകഴ്ത്തിയിട്ട് വേണം തുടങ്ങാൻ. അതാകാം. അത് വെറുതെ ആകണതല്ലാന്ന് പിണറായി വിജയനെ കുറിച്ച് പറയുമ്പോൾ ജനറൽ സെക്രട്ടറിക്ക് 100 നാക്ക് വേണമെന്നാണ്. പക്ഷേ പിണറായി വിജയൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇന്നത്തെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. നന്നായി, പക്ഷേ കടുപ്പം ഇത്തിരി കുറച്ചാ കൊള്ളാം. ലൈറ്റ് ആക്കാം. അപ്പൊ ഒന്ന് ലൈറ്റ് ആക്കിയിട്ട് പറഞ്ഞോളി. പ്രായം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത കൊണ്ടും. ഇതൊന്നും അല്ലത്രേ, കേരളത്തിന്റെ ഒരു കാരണവരായിട്ടാണ് ബേബി സഖാവ് പിണറായിനെ കാണുന്നത്. പ്രതിക്ഷോഭങ്ങളും പ്രളയങ്ങളും കാര്യങ്ങളും എല്ലാം വന്നു. അത് കൈകാര്യം ചെയ്യുകയും കോവിഡിന്റെ കാലം മുതലാണ് ഓരോ ദിവസത്തെയും കാര്യങ്ങളെല്ലാം അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ വിശദീകരിക്കാൻ കഴിഞ്ഞു. അതിങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ബേബി സഖാവ് പിണറായിക്ക് കാരണവർ പട്ടം ചാർത്തി കൊടുത്തത്. നമ്മുടെ വീട്ടിൽ കുടുംബത്തിലൊരു കാരണവരുണ്ടെങ്കിൽ ആ കാരണവരെ എങ്ങനെയാണോ കാണുക, അതുപോലെ കേരളീയ സമൂഹത്തിന്റെ ഒരു കാരണവരായിട്ട് പിണറായി വിജയൻ മാറി. അതുകൊണ്ടൊന്നും തീർന്നില്ല. ഒരു കാര്യം ഏൽപ്പിച്ചാല് തല അങ്ങോട്ട് പോയാലും അത് നടത്തുന്ന ആളാത്രേ. തനിക്ക് കിട്ടിയ ചുമതല, മുഖ്യമന്ത്രി എന്നുള്ള ചുമതല ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ചുമതലയുടെ നിർവഹണത്തിന്റെ ഭാഗമായി അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു. കഴിഞ്ഞ ആഴ്ച വയലാളിക്കാവിലെ പൂരത്തൊന്നും തല്ലുണ്ടാക്കിയത്രേ. 16 ആളോട് ഒറ്റയ്ക്കും തല്ലിന്നാ കണ്ടോര് പറഞ്ഞത്. ആരാ ഇത് തച്ചോളി ഉദയനോ? 16 ആളോടെ. ഇതൊക്കെ കണ്ടിട്ടാണ് ബേബി സഖാവിന് വിജയേട്ടനോട് വല്ലാത്തൊരു ആരാധന തോന്നിയത്. അതിനെ കേരളീയ സമൂഹം സ്വീകരിച്ചു. ഏഴിലക്കര എന്ന് പറഞ്ഞാ ഞങ്ങളുടെ അവിടെയൊക്കെ മംഗലശ്ശേരി നീളുണ്ടെന്ന നാടുന്ന പ്രസിദ്ധി. അല്ല സഖാവെ, ഈ പുകഴ്ത്തലിനൊരു അവസാനല്ലേ? തീർന്നില്ല. അപ്പൊ ഇനിയുണ്ടോ? തീർന്നിട്ടില്ല. എന്നാ ഒന്ന് ചുരുക്കി പറയട്ടോ, ആളുകൾക്ക് ബോറടിക്കും. ചുരുക്കി പറയാൻ കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടാണ്. സാരല്ല, ചുരുക്കി പറഞ്ഞോ. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാം. എന്നോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് സഖാവ് പിണറായിയെ പല കാര്യങ്ങളിലും വിമർശിച്ചിരുന്ന ഒരാള് ഈ സംഭവമെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരാളാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ പറഞ്ഞേ? നിങ്ങളുടെ പിണറായി വിജയനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഓ, ഒരൊറ്റ ആ നേതൃത്വ പാഠവും അദ്ദേഹത്തിനുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാണോ അതോ ബേബി സഖാവിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നറിയില്ല, ആലപ്പുഴന്ന് ബേബി സഖാവിനിട്ട് ഒരു പുകഴ്ത്തല്. ദീർഘകാലം പ്രവർത്തിച്ചതിന്റെ അഖിലേന്ത്യാ പരിചയം ബേബിക്ക് മാത്രമുള്ള മുതൽക്കൂട്ടാണ്. അതാരാ? അടുത്ത പുകഴ്ത്തൽ ആരാ? ഞങ്ങളൊക്കെ സുധാകരൻ സാർ എന്നാണ് വിളിക്കുന്നത്. ഒരു പുകഴ്ത്തല് അങ്ങോട്ട് കൊടുത്താൽ ഒരു സാറ് വിളി തിരിച്ചിങ്ങോട്ടും കിട്ടും. രാജ്യത്ത് മൊത്തം നല്ല പരിചയം. അല്ല, ഇതിപ്പോ എന്തിനുള്ള പുകഴ്ത്തല? കൃത്യമായ ചില ലക്ഷ്യങ്ങളോട് കൂടിയിട്ടുള്ള ചില ചാതുരിയാണ്. എന്നാ തുടങ്ങിക്കോളി. പഠനത്തിലും വായനയിലും അതിന്റെ അടിസ്ഥാനത്തിൽ നിഷ്കളങ്കമായ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിന്ന ആളാണ് ബേബി എന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ലോകപ്രസിദ്ധനാ തനി രാവണൻ. 10 തലയായവന്. അത് നല്ലൊരു ഫലിതമാണ്. ജനറൽ സെക്രട്ടറിന് ഏതായാലും ജി സുധാകരന് പെരുത്ത് ഇഷ്ടായി. വളരെ സീനിയറായ നേതാവാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പാർട്ടി ക്ലാസ് എടുത്തു കൊടുത്ത സുധാകരൻ സാറിനെ ബേബി സഖാവ് ഒന്ന് ഓർത്തെടുത്തു. ഞങ്ങളെല്ലാം കൊല്ലത്ത് SFI പ്രവർത്തകരായി വരുമ്പം സഖാവ് ജി സുധാകരൻ സാറ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവും പാർട്ടിയുടെ നേതാവും യുവജന അന്നത്തെ KSYFന്റെ നേതാവും ഒക്കെ ആയിരിക്കുമ്പോൾ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. തന്നെ അങ്ങനെ ഉണ്ടായോ? അപ്പൊ സാറേന്ന് തികച്ചും വിളിക്കാം. ഈ സാർ എന്നുള്ള സംബോധന വ്യാപകമായിട്ടുണ്ടായത്. അപ്പൊ എങ്ങനെ പരസ്പരം പുകഴ്ത്തിയത് പോരെ? അപ്പോൾ ബേബി സാറിന്റെ പുകഴ്ത്തൽ കൊണ്ട് ആരുടെയൊക്കെ പിണക്കം മാറും, ഈ പുകഴ്ത്തൽ കണ്ട് ആരൊക്കെ പുതുതായിട്ട് പിണങ്ങുന്നൊക്കെ കാത്തിരുന്ന് കാണാം. പാൽകഷ്ണത്തോടെ പ്രൈം ടൈം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. വാർത്താമഴയിലൂടെ TK റീജിത്ത് ഒപ്പം ചേരും ഉടൻ. നമസ്കാരം.